ഇന്ത്യ പാകിസ്ഥാൻ ചാമ്പ്യൻസ് പോരിന്റെ ആവേശത്തിൽ ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 2:30 മുതലാണ് മത്സരം. ജയിച്ചാൽ ഇന്ത്യ അടുത്ത റൗണ്ട് പ്രവേശനം ഉറപ്പാക്കും. അതേസമയം പാകിസ്ഥാന് സെമി പ്രതീക്ഷ നിലനിർത്താൻ ഇന്ന് ജയം അനിവാര്യവുമാണ്. വിവരങ്ങളുമായി ദുബായിൽ നിന്ന് ഷിൻസ് സെബാസ്റ്റ്യൻ ചേരുന്നു. ഷിൻസ്, ഇന്നാണ് ആവേശപ്പോര്. ദുബായിൽ നിന്ന് ഷിൻസ് ഇപ്പോൾ ഈ കളിയുടെ ആവേശം കൃത്യമായി മനസ്സിലാക്കുന്നുണ്ടല്ലോ. ഈ ആവേശപ്പോരിൽ ഇന്ത്യ വിജയിക്കുമെന്നുള്ള പ്രതീക്ഷകൾ വളരെയേറെയാണ്. ദുബായിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ ഷിൻസ് സെബാസ്റ്റ്യൻ. ഗുഡ് മോർണിംഗ് വിനോദൻ രേണുക. നമ്മൾ ക്രിക്കറ്റ് പ്രേമികൾ ഏറെ പ്രതീക്ഷയോടിരുന്ന ഒരു ദിവസമാണ് വന്നെത്തിയിരിക്കുന്നത്. ചാമ്പ്യൻസ് ട്രോഫിയിലെ രണ്ടാമത്തെ മത്സരത്തിനായി ഇന്ത്യ ഇന്ന് ഇറങ്ങുന്നു. രണ്ടാമത്തെ മത്സരം എന്നതിനേക്കാൾ ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം നീണ്ട ഇടവേളയ്ക്ക് ശേഷം എത്തിയിരിക്കുകയാണ്. ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ പ്രാദേശിക സമയം ഉച്ചയ്ക്ക് 1 മണിക്കാണ് മത്സരം. അതായത് ഇന്ത്യൻ സമയം 2:30-ക്കാണ് ഇന്ത്യയുടെ മത്സരം. ന്യൂസിലാൻഡിനോടേറ്റ തോൽവിയുടെ ക്ഷീണത്തിൽ അത് 60 റൺസിൽ തോറ്റ ശേഷം പാകിസ്ഥാൻ എത്തുന്നു. എന്നാൽ ബംഗ്ലാദേശിനെ ആധികാരികമായി തോൽപ്പിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ ഇന്ന് ഇറങ്ങുന്നത്. ഈ രണ്ട് ടീമിനും ടൂർണമെന്റിൽ സെമിയിലേക്ക് കടക്കണമെങ്കിൽ ഇതിൽ ജയിക്കേണ്ടതുണ്ട്. ഇന്ത്യക്ക് അടുത്ത കളിയിൽ ന്യൂസിലാൻഡിനെ തോൽപ്പിച്ചാണെങ്കിലും സെമിയിലേക്ക് എത്താൻ സാധിക്കും. എന്നാൽ പാകിസ്ഥാൻ ഇത് ജീവൻ മരണ പോരാട്ടമാണ്. ഇന്ന് ഇന്ത്യയോട് തോറ്റു കഴിഞ്ഞാൽ അവരുടെ സെമി പ്രതീക്ഷകൾ ഏറെ അസ്തമിക്കുന്നതായിരിക്കും. ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയം ഇന്ന് നിറഞ്ഞു കവിയുമെന്ന ഉറപ്പാണ്. അതായത് ഈ മാച്ചിന്റെ ടിക്കറ്റുകൾ വിൽപ്പനയ്ക്കെത്തി മിനിറ്റുകൾക്കകമാണ്. അതായത് 5 മിനിറ്റുള്ളാണ് മാച്ചിന്റെ ടിക്കറ്റുകൾ വിറ്റു തീർന്നത്. അതുകൊണ്ട് തന്നെ അത് വാങ്ങിയത് ഇന്ത്യൻ ആരാധകരാണ്. ഇന്ത്യൻ പ്രവാസികൾ 40 ലക്ഷത്തോളം ഇന്ത്യൻ പ്രവാസികൾ താമസിക്കുന്ന ഒരു രാജ്യമാണ് UAE. അവിടുത്തെ ടിക്കറ്റുകൾ വാങ്ങിക്കൂട്ടിയത് ഇന്ത്യൻ പ്രവാസികളാണ്. അപ്പോൾ ഇന്ത്യക്ക് ഒരു ഹോം ഗ്രൗണ്ടിൽ കളിക്കുന്ന ഒരു ആനുകൂല്യം, അതായത് ഗാലറിയുടെ പിന്തുണ ഇന്ത്യക്ക് ലഭിക്കും. കഠിനമായ പരിശീലനമാണ് ഇരു ടീമുകളും നടത്തിയത്. അതിൽ എടുത്തു പറയേണ്ടത് ഇന്നലെ പാകിസ്ഥാൻ അധിക പരിശീലനം നടത്തിയിട്ടുണ്ട്. ഇന്ത്യ എങ്ങനെയെങ്കിലും തോൽപ്പിക്കാനായി അധിക പരിശീലനം നടത്തിയിട്ടുണ്ട്. ഇന്ത്യയും കാര്യമായ പരിശീലനം, അതായത് ഇന്ത്യ ഒരു കളി ഇവിടെ നേരത്തെ കളിച്ചിട്ടുണ്ട്. പാകിസ്ഥാനിൽ കളിച്ചതിന് ശേഷമാണ് ദുബായിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് അവർ അധിക പരിശീലനം നടത്തി ഇന്ത്യ എങ്ങനെയെങ്കിലും തോൽപ്പിക്കണമെന്ന ഒരു നിശ്ചയദാർഢ്യത്തോടെ ഇറങ്ങിയാണ്. പക്ഷേ ഇന്ത്യ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ഈ അടുത്ത് നടന്ന ഒരു വലിയ മേജർ ടൂർണമെന്റുകളൊന്നും പാകിസ്ഥാൻ ഇന്ത്യ തോൽപ്പിക്കാനായിട്ടില്ല. അതിന്റെ ആത്മവിശ്വാസം ഇന്ത്യ കരുത്തേക്കും. അതുപോലെ തന്നെ ബോളിംഗിലാണെങ്കിലും ബാറ്റിംഗിലാണെങ്കിലും കാര്യമായ പ്രശ്നങ്ങൾ ഇന്ത്യയെ ബാധിക്കുന്നില്ല. അതേസമയം പാകിസ്ഥാനെ സംബന്ധിച്ച് നിരവധി പ്രശ്നങ്ങളുണ്ട്. അവിടെ ഫക്കർ സൽമാൻ പരിക്ക് പറ്റിയിട്ടുണ്ട്. അതിന് പകരം ഇമാം മുഹക്കിനാണ് ടീമിൽ എടുത്തിരിക്കുന്നത്. അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ പാകിസ്ഥാൻ നേരിടുന്നുണ്ട്. ഇന്ത്യൻ ബാറ്റിംഗ് ലൈനപ്പിനെ സംബന്ധിച്ചാൽ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു ബാറ്റിംഗ് ലൈനപ്പാണ്. അത് വിരാട് കോഹ്ലിയുടെ ഫോം മാത്രമാണ് ചെറിയൊരു ആശങ്ക. അത് പക്ഷേ അത് നമ്മൾ കാര്യമാക്കേണ്ടതില്ല. ഏത് കളിയിലും തിരിച്ചു വരാൻ സാധിക്കുന്ന ഒരു താരമാണ് വിരാട് കോഹ്ലി. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാണ് ഈ കളിയിൽ ഒരു മേൽക്കൈ ഉണ്ടാവുക. ആരാധക പിന്തുണ എത്തുമ്പോൾ ഇന്ത്യക്ക് കുറച്ചുകൂടെ കളിക്കാൻ ഒരു എനർജി ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഓരോരുത്തരും ഒരു സ്റ്റേഡിയത്തിലേക്ക് എരച്ചെത്തി എന്താ പറയാ, ഇന്ത്യക്ക് ഒരു വിജയം കിട്ടാനായി പ്രാർത്ഥനയോടെയും അല്ലെങ്കിൽ ഗാലറി ആരോ മുഴക്കാൻ തയ്യാറെടുത്തിരിക്കുകയാണ് വിനോദ്. ഷിൻസ് സെബാസ്റ്റ്യൻ, ഷിൻസിൻ്റെ വാക്കുകളിൽ ആ ആവേശം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇന്ത്യയുടെ വിജയം പ്രതീക്ഷിച്ച് നിരവധി ആളുകൾ ടിക്കറ്റ് 5 മിനിറ്റിനകം തന്നെ ആ കളി കാണാനുള്ള ടിക്കറ്റ് 5 മിനിറ്റിനകം തന്നെ വിറ്റു തീർന്നു എന്നുള്ളതാണ്. ഷിൻസ്, അവിടെ എന്തായാലും ഇന്ന് ത്രിവർണ്ണ പതാക ആ സ്റ്റേഡിയത്തിൽ പാറിക്കളിക്കും, ആവേശം വാനോളം ഉയരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഷിൻസ് അത് പറയുകയും ചെയ്തു. പാകിസ്ഥാനെ സംബന്ധിച്ച് നമ്മളൊന്ന് അറിയാൻ വേണ്ടിയാണ്, അവർക്ക് അവിടെ ആരാധകരുണ്ടോ? അവർ വിജയം അല്ലെങ്കിൽ അവരുടെ വിജയം പ്രതീക്ഷിച്ച് അങ്ങോട്ട് എത്തുന്ന കാണികൾ അവിടെ ഉണ്ടാകുമോ? എങ്ങനെയായിരിക്കും പാകിസ്ഥാന് ആ ഓഡിയൻസിൽ നിന്ന് ലഭിക്കുന്ന പിന്തുണ? അവർക്കവിടെ ആളുകളുണ്ടോ ഷിൻസ്? പാകിസ്ഥാനും ആരാധക പിന്തുണയുണ്ട്. എന്നാൽ ഭൂരിഭാഗം ഇന്ത്യൻ ആരാധകരായിരിക്കും. എന്നാൽ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന ഇഷ്ടമുള്ള ക്രിക്കറ്റ് പ്രേമികളുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശ് ഇന്ത്യ മത്സരം കാണാൻ പോയപ്പോൾ തന്നെ അന്ന് കളി കാണാൻ തന്നെ പാകിസ്ഥാൻ ആരാധകരും എത്തിയിരുന്നു. എന്നാൽ ഭൂരിഭാഗം ഇന്ത്യൻ ആരാധകരായിരിക്കും. നമ്മൾ ത്രിവർണ്ണ പതാകയായിരിക്കും കൂടുതലായി പാറിക്കുക. എന്നാലും പാകിസ്ഥാൻ സപ്പോർട്ട് ചെയ്യുന്ന അവരുടെ ആരാധകരുമുണ്ട്. പിന്നെ യുഎയിലുള്ള പ്രവാസികൾ മാത്രമല്ല, ഇന്ത്യയിൽ നിന്നടക്കം കാണികൾ, പാകിസ്ഥാനിൽ നിന്ന് കാണികൾ എത്തിയിട്ടുണ്ട്. ചില കണക്കുകൾ സൂചിപ്പിക്കുന്നത് വിമാന ടിക്കറ്റ് നിരക്കിലും ഹോട്ടൽ ബുക്കിംഗിന്റെ നിരക്കിലും കാര്യമായ പൈസയുടെ കാര്യത്തിൽ കാര്യമായ വർധനയുണ്ടായിരുന്നു. അത് ക്രിക്കറ്റ് ദിവസങ്ങളോടനുബന്ധിച്ച്, ഈ മാച്ച് നടക്കുന്ന ദിവസത്തോടനുബന്ധിച്ച് ആരാധകർ ഇങ്ങോട്ട് എത്തിയതിനെ തുടർന്ന് ടിക്കറ്റ് ഫെയർ ആണെങ്കിലും ഹോട്ടൽ റൂം ബുക്കിംഗിലാണെങ്കിലും നിരക്കുകളിൽ ഗണ്യമായ വർധന വന്നിരുന്നു. അങ്ങനെ പാകിസ്ഥാനും അവരുടെ ക്രിക്കറ്റ് ടീമിനെ സ്നേഹിക്കുന്ന ആരാധകർ ഗാലറിയിലേക്ക് എത്തും. എന്നാൽ നമ്മുടെ അതായത് ഇന്ത്യക്കാർക്ക് ക്രിക്കറ്റ് ഒരു ജീവവായുവാണ്. അത് പ്രവാസികൾക്കാണ് പ്രത്യേകിച്ച് കൂടുതലാണ്. അപ്പം ഇന്ത്യക്കാരായിരിക്കും ഭൂരിഭാഗം ഉണ്ടാകുക. എന്നാൽ പാകിസ്ഥാൻ ഗാലറിയുടെ
ജനങ്ങളുടെ പിന്തുണ ഉണ്ടാകും. അത് കളിക്കളത്തിൽ പ്രതിഫലിക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. അത് ഇന്ത്യ ഒരു വിജയത്തിലേക്ക് ഇത്രയും ആരാധകരുടെ മുന്നിൽ ഇന്ത്യ വിജയിക്കും എന്ന ഇന്ത്യ എങ്ങനെയെങ്കിലും ജയിക്കണമെന്നൊരു ആഗ്രഹം ഇന്ത്യക്ക് ഉണ്ടാകും. അത് ഇന്ത്യക്ക് ഒരു പോസിറ്റീവ് എനർജിയും കൂടെ ലഭിക്കും വിനോദ്. അതേപോലെ തന്നെ ഈ ക്രിക്കറ്റിന്റെ ആദ്യം ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയേണ്ടത് വെച്ചാൽ ടിക്കറ്റ് വിൽപ്പന ആരംഭിക്കുന്ന 125 ദിർഹത്തിലായിരുന്നു. അത് ഏകദേശം ഇന്ത്യൻ രൂപ 3000 ഇന്ത്യൻ രൂപയായിരുന്നു. അത് ഇപ്പോൾ 1300 കരിഞ്ചന്തയിൽ ടിക്കറ്റ് വിൽക്കുന്നുണ്ട്. ഇപ്പോഴും ആവശ്യക്കാർ ടിക്കറ്റ് ഉണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുകയാണ്. അതായത് ഇന്ത്യൻ രൂപ 25,000 മുകളിലേക്കാണ്. അത് ഏറ്റവും കുറഞ്ഞ ഗാലറി ടിക്കറ്റിന് വില വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഈ മാച്ചിനെ ആൾക്കാർ എത്ര ആവേശത്തോടെയാണ് കാണുന്നത്. അപ്പോൾ നമ്മളോട് തന്നെ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും തരത്തിൽ ടിക്കറ്റ് കിട്ടാൻ സാധ്യതയുണ്ടോ, എങ്ങനെ നിങ്ങൾ മീഡിയയിൽ അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് വരെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വളരെ എന്താ പറയുക ആവേശകരമായ ഒരു മത്സരമായിരിക്കും ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുകയെന്ന് തീർച്ചയാണ്. വളരെ ആവേശകരമായ മത്സരം തന്നെയാണ് ഇന്ന് ദുബായിൽ നടക്കുന്നത്. ഷിൻസ് സെബാസ്റ്റ്യൻ ദുബായിൽ നിന്നാണ് നമുക്കൊപ്പം ചേർന്നത്. ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം ഏറെ പ്രതീക്ഷയോടെ. അതെ, അത് മാത്രമല്ല ഇന്ന് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഈ മൈതാനത്തേക്കാൾ ആവേശം ഗാലറിയിലായിരിക്കും എന്നുള്ള കാര്യം ഷിൻസ് അക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നു.